പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കായുള്ള SC/ST ഗ്രാന്റ് ലഭിക്കാതെ മൂഴിയാർ സർക്കാർ UP സ്കൂളിലെ 25 വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൗണ്ട് വഴി തുക കൈമാറാനുള്ള സർക്കാർ ഉത്തരവിനു ശേഷം അർഹതപ്പെട്ട ഒരാൾക്ക് പോലും ഗ്രാന്റ് ലഭിച്ചിട്ടില്ല. കുട്ടികൾക്ക് ആധാർ കാർഡോ മറ്റ് അനുബന്ധ രേഖകളോ ജനന സർട്ടിഫിക്കറ്റോ പോലും ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയായി തുടരുന്നു. സ്കൂൾ രേഖകൾ പരിഗണിച്ച് കുട്ടികൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ സർക്കാർ ഇടപെടണമെന്ന് അധ്യാപകരും ആവശ്യപ്പെടുന്നു. നിങ്ങളെ ഇന്ന് രാവിലെ തിങ്കളാഴ്ച ആയിട്ട് പോലും കണ്ടില്ല. അതിന് സാറ് വന്നാ കണ്ട എന്ത് വാ ഇറങ്ങി വാ കുഞ്ഞാവേ കുട്ടു മോനെ വാടാ വാ ഇറങ്ങി വന്ന്. അക്ഷരലോകത്തേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഊരു ചുറ്റി എത്തിയതാണ് അധ്യാപകർ. ഇവർ മൂഴിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരാണ്. 1962 തുടങ്ങിയ ഈ സ്കൂളിൽ ഭൂരിപക്ഷവും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരാണ്. പലരും ജനിച്ചത് വനത്തിനുള്ളിൽ. ഇവർക്ക് ആധാർ കാർഡോ ജനന സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല. അതുകൊണ്ട് ഒരാൾക്ക് പോലും SC/ST ഗ്രാന്റ് ലഭിക്കുന്നില്ല. ചേച്ചി, ഈ ഗ്രാന്റുകളെ സർക്കാർ നമുക്ക് നൽകുന്ന പൈസ അത് കിട്ടുന്നുണ്ടോ? നമ്മുടെ കൊച്ചുങ്ങൾക്കുള്ള അത് ഇല്ല കിട്ടുന്നില്ല. ഇതുവരെ കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല. ഈ ഗ്രാന്റ് ഒന്നും കിട്ടുന്നില്ല? ഇല്ല, കിട്ടുന്നില്ല. ആധാറൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടില്ല. ആധാറും ബാങ്ക് ബുക്കും ഒക്കെ വേണമെന്ന് പറയും. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്താലേ കിട്ടുള്ളൂ. ഇല്ല ആർക്കും ഇല്ല. വലിയവർക്കും ഇല്ല, പിള്ളേർക്കും ഇല്ല. ജനന സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. ഈ ഗ്രാന്റ് ഒക്കെ എന്തോന്നറിയാവോ? പൈസ കിട്ടുന്ന വർഷത്തിൽ അങ്ങനെ പൈസ നമുക്ക് കിട്ടും എന്നറിയാവോ? നമുക്കുള്ളതാണെന്ന് അറിയാവോ? ഗ്രാന്റുകൾ ഇവർക്ക് അവകാശപ്പെട്ടതാണെന്ന് പോലും പലർക്കും അറിയില്ല. ഗ്രാന്റ് തുക ബാങ്ക് അക്കൗണ്ട് വഴി കൈമാറാൻ സർക്കാർ ഉത്തരവായപ്പോൾ പ്രതിസന്ധിയിലായത് ബാങ്ക് അക്കൗണ്ട് പോയിട്ട് ഒരു രേഖകൾ പോലുമില്ലാത്ത ഈ കുട്ടികളാണ്. സ്കൂളിലുള്ളത് ആകെ 31 കുട്ടികളാണ്. ഇതിൽ 19 വിദ്യാർത്ഥികൾ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് 6 കുട്ടികൾ. ഈ കുട്ടികൾക്ക് സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകണമെന്നാണ് അധ്യാപകർ പറയുന്നത്. ഈ പൈസയും കൂടെ ഉണ്ടാവും, വലിയ സഹായമാവുമല്ലേ? നല്ല സഹായമാവും. നമ്മളിപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? അവള് 3-ല് അല്ലേ? പിന്നെ 4-ലാണോ? 4. ആദിവാസി മേഖലയിലെ അരക്ഷിതാവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഉന്നതികളിൽ കാണാനാവുക. 13ഉം 14ഉം വയസ്സിൽ അച്ഛനമ്മമാരാകുന്നവർ ഇവർക്കിടയിൽ ഇപ്പോഴുമുണ്ട്. ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തെല്ലാമെന്നത് ഇവർക്ക് അജ്ഞാതം. സർക്കാർ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ പുതിയ തലമുറയും അക്ഷര വെളിച്ചത്തിൽ നിന്നും അകന്നുപോകും. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളൊന്നും ഇവർക്കിടയിലേക്ക് എത്തിയിട്ടില്ല. സാക്ഷരതയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനത്തിൻ്റെ അളവുകോലിൽ ഇവർ ഉൾപ്പെടുന്നില്ലേ? ഗ്രാന്റുകൾ ഇവർക്ക് അവകാശപ്പെട്ടതാണ്. അതിനുള്ള നിയമ തടസ്സങ്ങൾ എന്തുതന്നെയായാലും സർക്കാർ ഇടപെട്ടത് പരിഹരിക്കണം. CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.